ഹായ് വെൽക്കം ടു റിനിഷ CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ്, അതായത് ESP, കൂടാതെ കീ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ് ആൻഡ് കീ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ. എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ് ESP പ്രൊവൈഡ് ചെയ്യുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. മെസ്സേജിൻ്റെ കണ്ടന്റിന് കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ESP. ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ ചെയ്യുന്നത് ഒതൻറ്റിക്കേഷൻ ആൻഡ് ഇൻറ്റിഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ESP യൂസ് ചെയ്യുന്നത് കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ESP പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിരുന്നത് രണ്ട് ബേസിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് വിത്ത് ഒതൻറ്റിക്കേഷനും ആൻഡ് ഓപ്ഷണൽ ഒതൻറ്റിക്കേഷനും. ഓക്കെ, അപ്പം രണ്ട് രീതിയിലാണ് ESP പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വിത്ത് ഒതൻറ്റിക്കേഷനും രണ്ടാമത്തത് ഓപ്ഷണൽ ഒതൻറ്റിക്കേഷനും. അപ്പോൾ ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, ഇത് സെയിം ഓപ്ഷൻ, ഇതിൻ്റെ അകത്ത് സെയിം ഒതൻറ്റിക്കേഷൻ, AHൻ്റെ സെയിം ഒതൻറ്റിക്കേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ESP. ഓക്കെ, അത് എന്തുകൊണ്ടാണ് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഒതൻറ്റിക്കേഷൻ ഉള്ളതും ഒന്ന് ഓപ്ഷണൽ ഒതൻറ്റിക്കേഷനുമാണ്. ഓക്കെ, അപ്പം ഈ AHൻ്റെ യൂസോട് കൂടിയാണ് മെസ്സേജ് ഒതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഒതൻറ്റിക്കേഷൻ ഹെഡറിൻ്റെ യൂസോട് കൂടിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഈ സപ്പോർട്ട് റേഞ്ച് ഓഫ് സൈഫേഴ്സ്, മോഡ്, പാഡിങ്, ഓക്കെ, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈഫേഴ്സ്, മോഡ്, പാഡിങ്, ഇത് ഇത്രയും കാര്യങ്ങൾ ESP സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സെറ്റ് ഓഫ് അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സിമെട്രിക്കും ഉണ്ട് അൽഗോരിതംസ് ഉണ്ട്, അസിമെട്രിക് അൽഗോരിതംസും ഉണ്ട്. സിമെട്രിക് ആണെങ്കിൽ നമുക്ക് DES അല്ല DES ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അസിമെട്രിക് ആണ് എന്നുണ്ടെങ്കിൽ IDIയും RSAയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനിയും മോഡ്സ് എന്ന് പറഞ്ഞാൽ CBC, അതായത് നമുക്ക് ട്രാൻസ്പോർട്ട് മോഡിലും ഓപ്പറേറ്റ് ചെയ്യാം, ചാനൽ മോഡിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇനി പാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ നമ്മൾ ബ്ലോക്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജിനെ 64ൻ്റെ ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരുമ്പം കുറച്ച് ബിറ്റ്സ് റിമൈനിങ് വരാം. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് നമുക്ക് 3 ബിറ്റ് ഉള്ളെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യണം, ആ 64 ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ 61 ബിറ്റ്സ് നമ്മൾ അല്ലാതെ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അതിനെയാണ് പാഡിങ് ബിറ്റ് എന്ന് പറയുന്നത്. 64 ആക്കാൻ വേണ്ടി റിമൈനിങ് ബിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന്. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്, ആദ്യത്തെ ഡിജിറ്റ് 1ഉം ബാക്കി റിമൈനിങ് 0യുമായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് പാഡിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. എന്തിനാണ്, ബ്ലോക്കിൻ്റെ സൈസ് അല്ലെ ഫീൽഡ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ട്രാഫിക് ഫ്ലോ ഒക്കെ നമുക്ക്. ഇതാണ് ഒരു എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നേരത്തെ AH പോലെ തന്നെ ഇതിൻ്റെ സൈസും 0 to 32 വരെയാണ് ഇതിൻ്റെ സൈസ്. ഓക്കെ, ഈ ഒരു പേലോഡ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0 to 32 ബിറ്റാണ്. ഇനിയും ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് ആണ്. സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു യൂണീക്ക് നമ്പറാണ്. അത് എന്തിനു വേണ്ടിയാണ്, ഒരു സെക്യൂരിറ്റി അസോസിയേഷന് കൊടുക്കുന്ന ഒരു യുണീക്ക് നമ്പറിനെയാണ് നമ്മൾ സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെക്യൂരിറ്റിക്കും ഓരോ നമ്പേഴ്സ്, ഓരോ യുണീക്ക് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ മെസ്സേജിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ പാക്കറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ആ പാക്കറ്റ്സിന് ഓരോ പാക്കറ്റിനും നമ്മൾ ഓരോ നമ്പർ കൊടുക്കും, സീക്വൻസ് നമ്പർ. ഇറ്റ്സ് എ യുണീക്ക് നമ്പർ. ഓക്കെ, അതിനെയാണ് സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പേലോഡ് ഡേറ്റയാണ്. നമ്മൾ ഒറിജിനൽ ഡേറ്റയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പാഡിങ് എന്തിനാണ് വേണ്ടി വരുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തിനാണ്, നമ്മൾ ഈ ഡേറ്റയുടെ സൈസ് ഒരു പർട്ടിക്കുലർ സൈസ് വരെ ആകണം
എന്നുണ്ട്. അപ്പം അത് ബ്ലോക്സ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പം റിമൈനിങ് ബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് ബിറ്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനാണ് പാഡിംഗ് ബിറ്റ് എന്ന് പറയുന്നത്. ഇനി എത്ര ലെങ്ത് ആണ് പാഡ് ബിറ്റ് കൊടുത്തത് എന്നുള്ളത് നമ്മളിവിടെ പറയണം. ഈ ഫീൽഡിൻ്റെ അത് നമ്മൾ പാഡ് ചെയ്തിരിക്കുന്ന എത്ര ബിറ്റ് ആണ് എന്ന് പറയണം. പിന്നെ നെക്സ്റ്റ് ഹെഡർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഹെഡർ. അപ്പം ഇത്രയും, അതായത് പേലോഡ് ഈ കളർ ചേഞ്ച് കൊടുത്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ എൻക്രിപ്റ്റഡ് ഫോമാറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പേലോഡ് ഡേറ്റ, പാഡിങ് ഡേറ്റ, പാഡ് ലെങ്ത് ആൻഡ് നെക്സ്റ്റ് ഹെഡർ. ഇത് കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അത് വേറെ ആരും അതെടുത്ത് എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കും ഡയറക്റ്റ്ലി അത് റീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയാണ് നമ്മളിത് എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുന്നത്. ഇനി ലാസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഒതൻറ്റിക്കേഷൻ ഡേറ്റയാണ്. ഒതൻറ്റിക്കേഷൻ ഡേറ്റയ്ക്കകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ESPക്കകത്ത് 2 തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് വിത്ത് ഒതൻറ്റിക്കേഷനും രണ്ടാമത്തത് ഓപ്ഷണൽ ഒതൻറ്റിക്കേഷനും. വിത്ത് ഒതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫീൽഡ് ഉണ്ട്, ഒതൻറ്റിക്കേഷൻ ഡേറ്റ. ഒതൻറ്റിക്കേഷൻ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു ഒതൻറ്റിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് SHA-1 MD5 അല്ലെങ്കിൽ HMAC ഒക്കെ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന മെസ്സേജ് ഡൈജസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ ഒതൻറ്റിക്കേഷൻ ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഒതൻറ്റിക്കേഷൻ ഡേറ്റ വരുന്നത് എപ്പോഴാണ്? വിത്ത് ഒതൻറ്റിക്കേഷൻ ഉള്ള പ്ലേസിൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഓപ്ഷണൽ ഒതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വരില്ല. ഓപ്ഷണൽ ഒതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് ബ്ലാങ്ക് ആയിരിക്കും. ആ സെയിം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻക്യാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഇതിനകത്ത് ഈ സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സും സീക്വൻസ് നമ്പറും ഒതൻറ്റിക്കേഷൻ ഹെഡറിൻ്റെ അകത്തുമുണ്ട്, കൂടാതെ ESPക്കകത്തുമുണ്ട്, ഈ 2 ഫീൽഡ്. ഇനി സെക്യൂരിറ്റി പേലോഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. അത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞു? ഇറ്റ്സ് എ യുണീക്ക് നമ്പർ ടു ഐഡൻറ്റിഫൈ എ സെക്യൂരിറ്റി അസോസിയേഷൻ. ഓരോ സെക്യൂരിറ്റി അസോസിയേഷനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യുണീക്ക് നമ്പറിനെയാണ് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എ സീക്വൻസ് നമ്പർ. സീക്വൻസ് നമ്പർ നമ്മൾ പറഞ്ഞു പാക്കറ്റ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓരോന്നിനും ഓരോ യൂണിക് നമ്പർ കൊടുക്കും. ആ നമ്പറാണ് സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, 0, 1, 2, 3 അങ്ങനെ ആയിരിക്കും നമ്മൾ പാക്കറ്റിന് നമ്പർ കൊടുക്കുന്നത്. അപ്പം ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നു കഴിഞ്ഞാലും നമുക്കതിനെ എടുത്ത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാ പറയുന്നത്. പ്രൊവൈഡ് ആൻഡ് ആൻറ്റി റിപ്ലൈ ഫംഗ്ഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പേലോഡ് ഡേറ്റയാണ്. പേലോഡ് ഡേറ്റയെ നമുക്ക് ഇത് ട്രാൻസ്പോർട്ട് മോഡിലും ടണൽ മോഡിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ആ മെസ്സേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഓക്കെ, ഇനി പാഡിംഗ് എന്ന് പറഞ്ഞാൽ 0 to 255 ബൈറ്റ്സ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് ബ്ലോക്ക് ആക്കി ഡിവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പാഡിംഗ് ബിറ്റ് കൊടുക്കുന്നത്. അത് പലതരത്തിലുള്ള റീസൺസ് കൊണ്ട് പാഡിംഗ് ബിറ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി പാഡ് ലെങ്ത് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് പാഡിംഗ് ബിറ്റ് നമ്മൾ ഇടുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്, പാഡിങ്ങിൻ്റെ ലെങ്ത് ആണ് നമ്മൾ പാഡ് ലെങ്ത് എന്ന് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ഹെഡർ, അത് 8 ബിറ്റ് ആണ്. ഓക്കെ, ഐഡൻറ്റിഫൈസ് ദ ടൈപ്പ് ഓഫ് ഡേറ്റ കണ്ടെയ്ൻഡ് ഇൻ ദ പേലോഡ് ഡേറ്റ ഫീൽഡ് by identifying first header in that payload. ഓക്കെ, പേലോഡിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദ ടൈപ്പ് ഓഫ് ഡേറ്റ കണ്ടെയ്ൻഡ് ഇൻ ദ പേലോഡ്. ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് അതിനകത്ത് ഉള്ളത്, അതിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, നെക്സ്റ്റ് ഹെഡർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻറ്റഗ്രിറ്റി ചെക്ക് വാല്യൂ, അത് വേരിയബിൾ ലെങ്ത് ആണ്. ഓക്കെ, വേരിയബിൾ ലെങ്ത് ഫീൽഡ് ആണ്. അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് ലാസ്റ്റ് ഫീൽഡ്. ഒതൻറ്റിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞില്ല, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അകത്ത് അത് ഓപ്ഷണലാണ്. ചിലപ്പം അതെന്താണ്, എപ്പോഴാണ് ഇത് 2 തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വിത്ത് ഒതൻറ്റിക്കേഷനും ഓപ്ഷണൽ ഒതൻറ്റിക്കേഷനും. ഓപ്ഷണൽ ഒതൻറ്റിക്കേഷൻ ആണെങ്കിൽ ഈ ഫീൽഡ് ബ്ലാങ്ക് ആയിരിക്കും.
അപ്പം നമുക്ക് ഒതൻറ്റിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരിക്കും ഒതൻറ്റിക്കേഷൻ്റെ കവറേജ്. കോൺഫിഡൻഷ്യാലിറ്റി ആണെങ്കിൽ ഇവിടെ അവിടെ ഈ കളർ ചേഞ്ച് ഇത്രയും പോർഷൻ അതാണ് എൻക്രിപ്റ്റ് ചെയ്ത് വിടുന്നത്. കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് വിടുന്നത്. ഒതൻറ്റിക്കേഷൻ കവറേജ് ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയാണ്. ആൻറ്റി റിപ്ലൈ സർവീസ് ഇതെങ്ങനെയാണ് ആൻറ്റി റിപ്ലൈ ഇത് ഐഡൻറ്റിഫൈ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് ഇപ്പം ഒരു റിപ്ലൈ അറ്റാക്ക് എന്ന് പറഞ്ഞെങ്കിൽ അറ്റാക്കറിന് ഇപ്പം സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് നമ്മളൊരു പാക്കറ്റ് സെൻഡ് ചെയ്യുവാണ്. അപ്പോൾ അറ്റാക്കർ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ ഒരു പാസ് ചെയ്യുന്ന പാക്കറ്റിൻ്റെ ഒരു കോപ്പി എടുക്കും. കോപ്പി എടുത്തിട്ട് പിന്നീട് ഡെസ്റ്റിനേഷനിലേക്ക് ഇത് അയച്ചു കൊടുക്കും. ഓക്കെ, മനസ്സിലായോ? സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് നമ്മളൊരു പാക്കറ്റ് സെൻഡ് ചെയ്യുവാണ്. സെൻഡ് ചെയ്യുമ്പം അറ്റാക്കർ ഈ ഒരു പാക്കറ്റിൻ്റെ കോപ്പി എടുക്കും. ഓക്കെ, കോപ്പി എടുക്കും. ലേറ്റർ പിന്നീട് അതെന്ത് ചെയ്യും, അത് ഡെസ്റ്റിനേഷനിലേക്ക് അയച്ചു കൊടുക്കും. അപ്പം അങ്ങനെ അയച്ചു കൊടുക്കുമ്പോഴത്തേന് ഡ്യൂപ്ലിക്കേറ്റ്സ് വരും. കാരണം ഓൾറെഡി ഒരു പാക്കറ്റ് പോയിട്ടുണ്ട്. അപ്പം അറ്റാക്കർ എന്താ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് പിന്നീടാണ് അത് അയച്ചു കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ഡിസ്പ്യൂട്ടിനെ മനസ്സിലാക്കാനായിട്ട് ഒക്കെ എന്ത് കാര്യം, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സീക്വൻസ് നമ്പറും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീക്വൻസ് നമ്പർ വെച്ചിട്ട് സെയിം സീക്വൻസ് നമ്പർ വരുവാണെങ്കിൽ അങ്ങനെയുള്ളതിന് ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അതിന് മനസ്സിലാവും ഇറ്റ്സ് എ ഡ്യൂപ്ലിക്കേറ്റ്. ഒരു പാക്കറ്റിന് ഒരു യുണീക്ക് ഒരു സീക്വൻസ് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുമ്പം സെൻഡർ ഇനിഷ്യലി ഒരു സീക്വൻസ് കൗണ്ടർ അവിടെ ഉണ്ടാക്കും. അത് 0 തൊട്ടിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന 0യിൽ നിന്ന് 0, 1, 2, 3 ഇങ്ങനെയുള്ള സീക്വൻസ് നമ്പറിലായിട്ടായിരിക്കും സെൻഡർ ഇനിഷ്യലൈസ് ചെയ്യും ഓരോ പാക്കറ്റിനും. മനസ്സിലായോ? ഒരു ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുമ്പം തന്നെ സെൻഡർ ഇനിഷ്യലി ഒരു സീക്വൻസ് നമ്പർ കൗണ്ടർ സെറ്റ് ചെയ്യും. അത് 0യിൽ നിന്നാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഇപ്പോൾ ഓരോ എസ്ഐക്കും സെക്യൂരിറ്റി അസോസിയേഷനും ഒരു നമ്പർ കാണുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ നമ്പർ സീക്വൻസ് നമ്പർ എടുക്കുന്നത് 0 തൊട്ടിട്ട് 2⁻32 - 1 വരെ ഉള്ളതാണ് സാധാരണ എടുക്കുന്നത്. അവിടെ വരെയാണ് സീക്വൻസ് നമ്പർ ആയിട്ട് എടുക്കുന്നത്. പിന്നെയും ഇത് 0യിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? 0 തൊട്ടിട്ട് 2⁻32 - 1 വരെയാണ് നമ്മൾ കൊടുക്കുന്നത് പാക്കറ്റിൻ്റെ സീക്വൻസ് നമ്പർ. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വരെ എത്തിയെന്ന് വിചാരിക്കുക. പിന്നെ എന്ത് ചെയ്യണം, സൈക്കിൾ തിരിച്ചിട്ട് 0യിൽ പിന്നെ വരണ്ടേ. അപ്പം അങ്ങനെ വന്ന് കഴിയുമ്പം സെയിം സീക്വൻസ് നമ്പർ ഒന്നിൽ കൂടുതൽ പാക്കറ്റിന് വരാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു വാലിഡ് അല്ല. അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് 2⁻32 - 1 എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സെൻഡർ ടെർമിനേറ്റ് ചെയ്യും. ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി അസോസിയേഷനെ അത് ടെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് പുതിയ ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ സെക്യൂരിറ്റി അസോസിയേഷനും ഓരോ നമ്പറാന്ന് പറഞ്ഞു. അപ്പം അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് സെക്യൂരിറ്റി അസോസിയേഷനാണ്. അപ്പം ഇതുപോലെ തന്നെ സീക്വൻസ് നമ്പർ പിന്നെയും ഇത് ജനറേറ്റ് ചെയ്യും. ഇപ്പം ഇവിടെ ഒരു ആൻറ്റി റിപ്ലൈ സർവീസ് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു 64 ബിറ്റുള്ള വിൻഡോയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 64 ആണ് ഈ ഒരു വിൻഡോയുടെ സൈസ്. അപ്പോൾ 64 വരെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, 64 പാക്കറ്റ്സ് വരെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേന് 0 to 64 ആണ് ഇതിൻ്റെ സൈസ്. ഓക്കെ, അപ്പം ഇപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പാക്കറ്റ് കിട്ടി, അതായത് 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നമ്പറിൽ ഒരു പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, മാർക്ക് ഇഫ് വാലിഡ് പാക്കറ്റ് റിസീവ്ഡ്.
ഓക്കെ, ഇവിടെ വാലിഡ് പാക്കറ്റ് റിസീവ് ചെയ്തെന്ന് ഇവിടെ മാർക്ക് ചെയ്യും. ഇനിയും ഇവിടെ ഈ ഒരു പൊസിഷനിൽ ഓൾറെഡി ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പം ഇവിടെ ഉണ്ട്, പിന്നെയും സെയിം സീക്വൻസ് നമ്പറിലുള്ള ഒരു പാക്കറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അൺമാർക്ക് ഈ വാലിഡ് പാക്കറ്റ് അല്ല, ഇപ്പം ഇവിടെ ഈ സീക്വൻസ് നമ്പറിൽ ഒന്നും എത്തിയില്ല എന്ന് വിചാരിക്കുക. ആ സെയിം സീക്വൻസ് നമ്പറിൽ ഒരു എണ്ണം വന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ വാല്യൂ 50 ആണ് ഈ വിൻഡോയുടെ 50 ആണ് ഈ വിൻഡോയുടെ സൈസ് 64 ആണെന്ന് പറഞ്ഞു. അതായത് 50 എന്ന് പറഞ്ഞ വിൻഡോയിൽ ഡേറ്റ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അൺമാർക്ക് ചെയ്യും. ഓക്കെ, പാക്കറ്റ് വന്നിട്ടില്ല എന്ന്. അങ്ങനെയാണ് ഇത് ആൻറ്റി റിപ്ലൈ. അപ്പോൾ എന്ത് ചെയ്യും? ഇതിവിടെ വന്നിട്ടില്ലെങ്കിൽ ഇത് സെൻറ്ററിന് പിന്നെയും റിക്വസ്റ്റ് കൊടുക്കും ഇങ്ങനൊരു പാക്കറ്റ് വന്നിട്ടില്ലെന്ന്. അല്ല, ഇപ്പം ഓൾറെഡി ഒരു കോപ്പിയായി, അറ്റാക്ക് ഒരു കോപ്പിയായി എടുത്തു, പിന്നീട് അത് റീസെൻഡ് ചെയ്യുവാണെങ്കിൽ സെയിം നമ്പർ വരുവാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ 50 ആയിരുന്നു ഇത് സീക്വൻസ് നമ്പർ, അതുകൊണ്ട് 50 കൊണ്ട് വെക്കും. ഇപ്പോൾ 50 അല്ല, അടുത്ത പാക്കറ്റിൻ്റെ നമ്പർ 50 ആണെങ്കിൽ എന്താ? രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു, ട്രാൻസ്പോർട്ട് മോഡും ടണൽ മോഡും. അപ്പം അതിൻ്റെ അകത്ത് ഒതൻറ്റിക്കേഷൻ ഹെഡറിൻ്റെ അകത്ത് എങ്ങനെയാണ് എന്നുള്ള ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇനി ഈ ട്രാൻസ്പോർട്ട് മോഡും ടണൽ മോഡും ESPക്കകത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഡേറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രാൻസ്പോർട്ട് മോഡിലാണെങ്കിൽ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡേറ്റയ്ക്കകത്ത് മാത്രമേ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ഹെഡർ എന്താണ്? എൻക്രിപ്റ്റ് ചെയ്യാതെ വിട്ടേക്കുവാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, കോമൺ ആണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ടിൻ്റെയും ടണൽ മോഡിൻ്റെയും. പിന്നെ ട്രാഫിക് അനാലിസിസ് ക്യാൻ ഡു ട്രാഫിക് അനാലിസിസ് ബട്ട് ഈസ് എഫിഷ്യൻ്റ് ആണ്, പക്ഷേ ട്രാഫിക് അനാലിസിസ് ഉണ്ട്. ഗുഡ് ESP ഹോസ്റ്റ് ടു ഹോസ്റ്റ് ട്രാഫിക്. നമ്മൾ സാധാരണ പറഞ്ഞായിരുന്നു ട്രാൻസ്പോർട്ട് മോഡ് ഉപയോഗിക്കുന്നത് ഹോസ്റ്റ് ടു ഹോസ്റ്റ്, അതായത് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മോഡ് യൂസ് ചെയ്യുന്നത്. ഗേറ്റ് ടു ഗേറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ടണൽ മോഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞായിരുന്നു. സെയിം ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ESPക്ക് എന്താണെങ്കിൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ട്രാഫിക്കിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടണൽ മോഡ് എൻക്രിപ്ഷൻ അകത്ത് നമ്മൾ എൻറ്റയർലി IP പാക്കറ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാണ് ചെയ്യുക. രണ്ട് തരത്തിലുള്ള IP പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, IPv4 IPv6. അപ്പം അത് ഏത് ടൈപ്പ് ഓഫ് IP യൂസ് ചെയ്ത് കഴിഞ്ഞാലും, IP പാക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ എൻറ്റയർ മെസ്സേജിനെയാണ് ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് ടണൽ മോഡിൽ. പക്ഷേ ട്രാൻസ്പോർട്ട് മോഡിലാണെങ്കിൽ ആ ഫുൾ IP പാക്കറ്റില്ല, ഡേറ്റയെ മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യുന്നുള്ളൂ, ഹെഡറിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല. ടണൽ മോഡിൻ്റെ അത് എൻറ്റയർലി നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ ഹെഡർ വെക്കും. ആ ഹെഡർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹോപ്പ്, അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്കുള്ള അടുത്ത നിയർ ബൈ ഉള്ള നോഡിലേക്കുള്ള ഹെഡറാണ് ഫിറ്റ് ചെയ്യുന്നത്. അതാണ് ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പം A to B നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ, എയിൽ നിന്ന് ബിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഹോപ്പിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് നോഡിൻ്റെ എയുടെ അടുത്ത നോഡ് ഏതാണോ, അടുത്ത ഹോപ്പ് ഏതാണോ അവിടോട്ടുള്ള അഡ്രസ്സാണ്, ആ ഹെഡർ അഡ്രസ്സാണ് വെക്കുന്നത്. ഇത് ഏറ്റവും നല്ലത് VPN ഗേറ്റ് ടു ഗേറ്റ്. ഓക്കെ, ഇപ്പം IP രണ്ട് തരത്തിലുള്ള ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടെന്ന് പറഞ്ഞു. IPv4 ഉണ്ട്, IPv6 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോമാറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. IPv4 ആണെങ്കിൽ ഒറിജിനൽ IP ഹെഡർ TCP ഡേറ്റ ഇങ്ങനെ കാണും. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒതൻറ്റിക്കേഷൻ, അതായത് ഈ ES എൻക്രിപ്ഷൻ ആൻഡ് ഒതൻറ്റിക്കേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുന്നത്? ഇതാണ് നമ്മുടെ TCPയും ഡേറ്റയും. ഓക്കെ, ഈ TCPയും ഈ ഡേറ്റയുമാണിത്. ഈ ഒറിജിനൽ ഹെഡറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ESP ഹെഡറാണ്. ESPയുടെ ഹെഡറും ESPയുടെ ട്രെയിലറുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ESPയുടെ ഹെഡർ ഉണ്ടാവും, ESPയുടെ ട്രെയിലർ കാണും, ESPയുടെ ഒതൻറ്റിക്കേഷൻ കാണും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ IPv4ൻ്റെ അത് കൊടുക്കുന്നത്.
ഇനി IPv6 ആണെങ്കിൽ ഇതാണ് ഒറിജിനൽ സ്ട്രക്ചർ. ഒറിജിനൽ IP ഹെഡർ, എക്സ്റ്റൻഷൻ ഹെഡർ, TCP ആൻഡ് ഡേറ്റ. ഓക്കെ, ഇവിടെ ട്രാൻസ്പോർട്ട് മോഡിലാണ് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് മോഡിലാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ട്രാൻസ്പോർട്ട് മോഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡേറ്റയെ മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യത്തുള്ളൂ, അതിൻ്റെ ഹെഡറെ എൻക്രിപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ഇതുണ്ടോ ഡെസ്റ്റിനേഷന് TCP ഡേറ്റ. ഓക്കെ, ഇത് ഹെഡറും ESPയുടെ ഹെഡറും ട്രെയിലറും ESPയുടെ ഒതൻറ്റിക്കേഷനും ഉണ്ട്. ഇത് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ IP ഹെഡർ അതുപോലെ കൊടുക്കും, അത് എൻക്രിപ്റ്റഡ് അല്ല. പിന്നെ ഹോപ്പ് ബൈ ഹോപ്പ് ഡെസ്റ്റിനേഷൻ റൂട്ടിംഗ് ഫ്രാഗ്മെന്റ്സ് ഇത്രയും എന്തല്ല എൻക്രിപ്റ്റഡ് അല്ല. ഓക്കെ, ഇത് മാത്രം എൻക്രിപ്റ്റ്. ഇത് കണ്ടിവിടെ ഡോട്ട് 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 ഇട്ടിരിക്കുന്ന സാധനങ്ങൾ മാത്രം എന്താണ് എൻക്രിപ്റ്റഡ് ആണ്, ബാക്കിയൊന്നും എന്താണ് എൻക്രിപ്റ്റ്. ഇനിയും ടണൽ മോഡിലാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് മെസ്സേജ് മാത്രമല്ല ഹെഡറും ഈ കേസിൽ എൻക്രിപ്റ്റ് ചെയ്യും, എന്നിട്ട് പുതിയ ഒരു ഹെഡർ ആയിരിക്കും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഒറിജിനൽ IPv4. അപ്പോൾ അത് ടണൽ മോഡിൽ നമ്മൾ എൻക്രിപ്ഷൻ ഒതൻറ്റിക്കേഷൻ ചെയ്യുമ്പം നോക്കി ഇത് അതേപോലെ ഇവിടെ കിടക്കുന്ന ഒറിജിനൽ IP ഹെഡർ TCP ഡേറ്റ അതാണ് ഇവിടെ അതുപോലെ വരും. അത് എൻക്രിപ്റ്റഡ് ഫോമാറ്റിലാക്കി കണ്ട IP എൻക്രിപ്റ്റഡ് ഫോമാറ്റിലാക്കി. എന്നിട്ട് ESPയുടെ ഹെഡറും ESPയുടെ ട്രെയിലറും നമ്മൾ കൊടുത്തു, പിന്നെ ESPയുടെ ഒതൻറ്റിക്കേഷനും. ഓക്കെ, പിന്നെ നമുക്ക് പുതിയൊരു അഡ്രസ്സ്. ഈ പുതിയ അഡ്രസ്സ് എന്ന് പറയുന്നത് പുതിയ ഹോപ്പിലേക്കുള്ള അഡ്രസ്സാണ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏത് നോഡിലോട്ടാണ് പോകേണ്ടത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്, ന്യൂ IP അഡ്രസ്സ്. ഇപ്പോൾ IPv6 ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഒറിജിനൽ IP ഹെഡർ, എക്സ്റ്റൻഷൻ ഹെഡർ, TCP ആൻഡ് ഡേറ്റ ആയിട്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുണ്ട്, ഒറിജിനൽ IP ഹെഡർ, എക്സ്റ്റൻഷൻ ഹെഡർ, TCP ഡേറ്റ, ഇത് ഇത്രയും എന്ത് ചെയ്യും? എൻക്രിപ്റ്റ് ചെയ്യും. ഇതുണ്ട് ESP ഹെഡറും ESP ട്രെയിലറും കാണും, പിന്നെ ESP ഒതൻറ്റിക്കേഷനും വന്നു. പിന്നെ നമുക്കൊരു ന്യൂ IP ഹെഡർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ് ചെയ്യും. പിന്നെ എക്സ്റ്റൻഷൻ ഹെഡറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് IPv6ൻ്റെ കേസിൽ. മനസ്സിലായോ? അപ്പം ഈ ടണൽ മോഡ് ആണെങ്കിൽ ഇത് ഫുള്ള് ഡേറ്റയെയും ഹെഡറിനെയും ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ കമ്പൈനിങ് സെക്യൂരിറ്റി അസോസിയേഷൻ. നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി അസോസിയേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒന്നുകിൽ AH ഒതൻറ്റിക്കേഷൻ ഹെഡർ വെച്ചിട്ടാകാം, അല്ലെങ്കിൽ ESP വെച്ചിട്ടാവാം. ഓക്കെ, സെക്യൂരിറ്റി അസോസിയേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒന്നുകിൽ AH അല്ലെങ്കിൽ ESP ചെയ്യാം. ഓക്കെ, ടു ഇംപ്ലിമെന്റ് ബോത്ത് നീഡ് ടു കമ്പൈൻ SAs. നമുക്ക് ചില കേസുകളിൽ ഈ രണ്ടിനെ നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഫോം എ സെക്യൂരിറ്റി അസോസിയേഷൻ ബണ്ടിൽ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമുക്കൊരു സെക്യൂരിറ്റി അസോസിയേഷൻ ബണ്ടിൽ നമുക്ക് ഫോം ചെയ്യണം. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സെയിം എൻ പോയിന്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എൻ പോയിന്റിൽ ഇത് ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിവിടെ ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി അസോസിയേഷനെ കമ്പൈൻ ചെയ്യാനായിട്ട് ഈ ട്രാൻസ്പോർട്ടിലും ടണൽ മോഡും കൂടെ കമ്പൈൻ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ കേസിൽ ഒതൻറ്റിക്കേഷൻ്റെയും എൻക്രിപ്റ്റ് ചെയ്യേണ്ട ഓർഡറിൻ്റെ അകത്തൊരു ഓർഡർ ആദ്യം ഏത് ഒതൻറ്റിക്കേറ്റ് ചെയ്യണോ എൻക്രിപ്റ്റ് ചെയ്യണോ, അപ്പം അതൊരു ഇഷ്യൂ വരും. അതാണ് ഇവിടെ ഒതൻറ്റിക്കേഷൻ പ്ലസ് കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ വരുത്തുന്നത് എങ്ങനെയാണ്? ട്രാൻസ്മിറ്റിംഗ് IT പാക്കറ്റ് ദാറ്റ് ഹാസ് ബോത്ത് കോൺഫിഡൻഷ്യാലിറ്റി ഒതൻറ്റിക്കേഷൻ ബിറ്റ്വീൻ ഹോസ്റ്റ്. അതായത് നമുക്കൊരു IP പാക്കറ്റ് സെൻഡ് ചെയ്യുവാണ്. അപ്പോൾ ആ സെൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റിയും വേണം, ഒതൻറ്റിക്കേഷനും വേണം. ഓക്കെ, ഹോസ്റ്റ് തമ്മിൽ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റിയും നമുക്ക് ഒതൻറ്റിക്കേഷനും വേണം. അപ്പോൾ അതിനു വേണ്ടി എന്താണ് ചെയ്യുന്നത്? അപ്പം ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ESP വിത്ത് ഒതൻറ്റിക്കേഷൻ ഓപ്ഷൻ. ESPക്കകത്ത് ഓൾറെഡി ഒതൻറ്റിക്കേഷൻ ഓപ്ഷൻ നമുക്ക് വെക്കാം. നമുക്ക് രണ്ട് രീതി ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒതൻറ്റിക്കേഷൻ വെക്കാം, വിത്ത് ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓപ്ഷണൽ ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു.
അപ്പോൾ ESP വിത്ത് ഒതൻറ്റിക്കേഷൻ ഓപ്ഷൻ്റെ അകത്ത് ഒതൻറ്റിക്കേഷൻ ആഫ്റ്റർ എൻക്രിപ്ഷൻ യൂസിങ് ട്രാൻസ്പോർട്ട് മോഡ് ESP ഓർ ടണൽ മോഡ് ESP. ഓക്കെ, അപ്പം ഒതൻറ്റിക്കേഷൻ ആഫ്റ്റർ എൻക്രിപ്ഷൻ്റെ അകത്ത് എന്ത് ഉപയോഗിക്കാം? ഒന്നുകിൽ ESP ട്രാൻസ്പോർട്ട് മോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ESP ടണൽ മോഡിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എൻക്രിപ്ഷൻ ഒതൻറ്റിക്കേഷൻ ആഫ്റ്റർ എൻക്രിപ്ഷൻ അതിൻ്റെ അകത്ത് എന്ത് യൂസ് ചെയ്യാം? ഒന്നുകിൽ ട്രാൻസ്പോർട്ട് മോഡ് ESP യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടണൽ മോഡ് ESP നമുക്ക് യൂസ് ചെയ്യാം. ഇനി ട്രാൻസ്പോർട്ട് അഡ്ജസൻസി. ഇപ്പം ESP ഒതൻറ്റിക്കേഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ഒതൻറ്റിക്കേഷൻ ഓപ്ഷനിലുണ്ട്. ഇവിടെ വിത്ത് ഒതൻറ്റിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ട്രാൻസ്പോർട്ട് അഡ്ജസൻസി. ഓക്കെ, നമുക്ക് വേറെ ഒരു രീതിയിൽ അനദർ വേയിൽ നമുക്ക് ഒതൻറ്റിക്കേഷൻ ആഫ്റ്റർ എൻക്രിപ്ഷൻ നമുക്ക് ചെയ്യാം. അതിന് ഫസ്റ്റ് ചെയ്യുന്നത് യൂസ് 2 ബണ്ടിൽ ട്രാൻസ്പോർട്ട് എസ്സേസ്. 2 ബണ്ടില് ട്രാൻസ്പോർട്ട് എസ്സേസ് സെക്യൂരിറ്റി അസോസിയേഷനാണ് ഉപയോഗിക്കുന്നത്. ഇന്നർ എന്താണ്? ഇന്നർ ബീയിങ് ആൻഡ് ESP-SA. അകത്ത് ESP-SAയും വെളിയിൽ AHSAയും. അതായത് ESP സെക്യൂരിറ്റി അസോസിയേഷൻ വേണം അകത്ത് വരാൻ, വെളിയിൽ ഒതൻറ്റിക്കേഷൻ ഹെഡർ സെക്യൂരിറ്റി അസോസിയേഷൻ വേണം വെളിയിൽ വരാൻ. ഓക്കെ, ഈ ഒരു കേസിൽ ESP വിത്തൗട്ട് ഒതൻറ്റിക്കേഷൻ ഓപ്ഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഓപ്ഷണൽ നമുക്ക് 2 രീതി പറയാമെന്ന് പറഞ്ഞു. ഇവിടെ ESP വിത്ത് ഒതൻറ്റിക്കേഷനാണ്, ഇവിടെ വിത്തൗട്ട് ഒതൻറ്റിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് വിത്തൗട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒതൻറ്റിക്കേഷൻ ആഫ്റ്റർ എൻക്രിപ്ഷൻ വരാൻ നമുക്ക് 2 ബണ്ടിൽ ഓഫ് ട്രാൻസ്പോർട്ട് എസ്സേസ് എടുക്കണം, സെക്യൂരിറ്റി അസോസിയേഷൻ എടുക്കണം. അകത്ത് വരുന്നത് ESP സെക്യൂരിറ്റി അസോസിയേഷൻ ആയിരിക്കണം, വെളിയിൽ വരുന്നത് ഒതൻറ്റിക്കേഷൻ ഹെഡർ സെക്യൂരിറ്റി അസോസിയേഷൻ ആയിരിക്കണം. ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒതൻറ്റിക്കേഷൻ കവേഴ്സ് മോർ ഫീൽഡ്സ്. ഒതൻറ്റിക്കേഷൻ അവിടെ ഒത്തിരി ഫീൽഡ് കവർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ IP അഡ്രസ്. ഓക്കെ, അതായത് ഇപ്പം ഇവിടെ 2 ESP-SAയും AHSA യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒതൻറ്റിക്കേഷൻ കവർ ചെയ്യുന്നുണ്ട്, കൂടുതൽ ഫീൽഡ് ഒതൻറ്റിക്കേഷൻ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ? സോഴ്സും ഡെസ്റ്റിനേഷൻ IP അഡ്രസ് വരെ അത് കവർ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജ് ഓവർഹെഡ് ഓഫ് 2 essays വേഴ്സസ് 1 essay. ഇവിടെ 2 എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്, അപ്പം അതുകൊണ്ട് എന്താണ്? ഓവർഹെഡ് കൂടുതലാണ്. ഓക്കെ, ഓവർഹെഡ് ഇവിടെ കൂടുതലാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ട്രാൻസ്പോർട്ട് ടണൽ ബണ്ടിൽ. ഓക്കെ, അപ്പം ഒതൻറ്റിക്കേഷൻ ബിഫോർ എൻക്രിപ്ഷൻ ആണെങ്കിൽ നമ്മൾ എ ബണ്ടിൽ കൺസിസ്റ്റ് ഓഫ് ഇന്നർ HA ട്രാൻസ്പോർട്ട് SA. അകത്തെന്ത് വരണം? ഒരു ഒതൻറ്റിക്കേഷൻ ഹെഡർ വരണം, വെളിയിലായിരിക്കും ESP ടണൽ SA വരുന്നത്. മനസ്സിലായോ? ട്രാൻസ്പോർട്ട് AH ഒതൻറ്റിക്കേഷൻ ഹെഡർ വരേണ്ടത് ഇന്നറിലും ESP ടണൽ SA വരേണ്ടത് ഔട്ടറിലുമാണ്. അങ്ങനാണെങ്കിൽ അതെന്തായിരിക്കും? ട്രാൻസ്പോർട്ട് ടണൽ ബണ്ടിലായിരിക്കും. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ടു ഇൻട്രാക്ട് ദ മെസ്സേജ് ആൻഡ് ലേറ്റർ ഒതൻറ്റിക്കേഷൻ ഡേറ്റ വിത്തൗട്ട് ഡിറ്റക്ഷൻ. ഓക്കെ, നമുക്ക് ഇമ്പോസിബിൾ ആണ്, പോസിബിൾ അല്ല ആ മെസ്സേജുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട്. പിന്നീട് ഒതൻറ്റിക്കേഷൻ നമുക്ക് എന്താ ആവശ്യമില്ല, വിത്തൗട്ട് ഡിറ്റക്ഷൻ, ഒതൻറ്റിക്കേഷൻ ഒന്നുമില്ലാതെ നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഒതൻറ്റിക്കേഷൻ. ഓക്കെ, അതിൻ്റെ ഈ കമ്പൈൻ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി അസോസിയേഷൻ ഒന്നോ അതിൽ കൂടുതലോ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് ടണലാണ്, ടണൽ മോഡിലെ SA എങ്ങനെയാണ് എന്നുള്ളതാണ്. സെക്യൂരിറ്റി അസോസിയേഷൻ ടണൽ മോഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ SAs കൊടുക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ടണൽ മോഡ് വരികയാണ്. ടണൽ മോഡ് ഓക്കെ
ഇതുണ്ട്, ഒന്നോ അതിൽ കൂടുതലോ SAC ഇന്നറിൽ വരിക, ടണൽ മോഡ് വെളിയിൽ. ഇവിടെ ടണൽ മോഡ് ഉള്ളിലും മറ്റേത് വെളിയിലും. ആ നേരത്തെ പറഞ്ഞതിൻ്റെ പിക്ചോറിക്കലി അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന. നെക്സ്റ്റ് ഈസ് എ കീ മാനേജ്മെൻറ്റ്. കീ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് കീ മാനേജ്മെൻ്റ് അകത്ത് പറയുന്നത്. അപ്പം ഇവിടെ ഒരു സിമെട്രിക് ആണെങ്കിൽ കീ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഒരു സീക്രട്ട് കീ ആയിരിക്കണം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അസിമെട്രിക് ആണെങ്കിൽ നമുക്ക് ഒരു പബ്ലിക് കീ ആണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ അകത്ത് സാധാരണ ഡെഫി-ഹെൽമാൻ കീ എക്സ്ചേഞ്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെഫി-ഹെൽമാൻ കീ എക്സ്ചേഞ്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 2 തരത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് മാനുവലും ഓട്ടോമേറ്റഡും. ഓക്കെ, മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്മോൾ നെറ്റ്വർക്കിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കീ ആണ് മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്മോൾ നെറ്റ്വർക്കിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ലാർജ് നെറ്റ്വർക്കിന് വേണ്ടി അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന കീയാണ് ഓട്ടോമേറ്റഡ് എന്ന് പറയുന്നത്. ഈ ഓട്ടോമേറ്റഡ് നമുക്ക് 2 രീതിയിൽ കീ ജനറേറ്റ് ചെയ്യാം. ഓക്ലി കീ ഡിറ്റർമിനേഷൻ പ്രോട്ടോക്കോളും പിന്നെ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി അസോസിയേഷൻ ആൻഡ് കീ മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളുമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ഓട്ടോമേറ്റഡ് കീ മാനേജ്മെൻറ്റ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്ലി കീ ഡിറ്റർമിനേഷൻ പ്രോട്ടോക്കോൾ. ഓക്ലി ആണെങ്കിൽ നമുക്ക് ഇത് 3 ഒതൻറ്റിക്കേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്ലി ആണെങ്കിൽ 3 ഒതൻറ്റിക്കേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം. ഈ ഓക്ലി ബേസ്ഡ് ഓൺ ഡെഫി-ഹെൽമാൻ കീ എക്സ്ചേഞ്ച് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡെഫി-ഹെൽമാൻ്റെ ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ, വീക്ക്നെസ് മാറ്റാനായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്ലിക്കകത്ത്. അതാണ് കുക്കീസ്, ഗ്രൂപ്പ്സ്, നൺസ്, ഓക്കെ, DH കീ എക്സ്ചേഞ്ച് വിത്ത് ഒതൻറ്റിക്കേഷൻ. ഇതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ്. പിന്നെ ക്യാൻ യൂസ് അരിത്തമെറ്റിക് ഇൻ പ്രൈം ഫീൽഡ് ഓർ എലിപ്റ്റിക്കൽ കർവ് ഫീൽഡ്. നമുക്ക് ഈ അരിത്തമെറ്റിക്കൽ പ്രൈം ഫീൽഡ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ കർവ് ഫീൽഡ് നമുക്ക് ഓക്ലി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് 3 ഒതൻറ്റിക്കേഷൻ മെത്തേഡ്സ് ആണ്, 3 ഒതൻറ്റിക്കേഷൻ മെത്തേഡ്സ് ആണ് ഓക്ലിക്കകത്ത് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ, പബ്ലിക് കീ എൻക്രിപ്ഷൻ, സിമെട്രിക് കീ എൻക്രിപ്ഷൻ. 3 എൻക്രിപ്ഷൻസ് ആണ്, ഒതൻറ്റിക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ, പബ്ലിക് കീ എൻക്രിപ്ഷൻ, സിമെട്രിക് കീ. ഓക്കെ, ഇന്റർനെറ്റ് സെക്യൂരിറ്റി അസോസിയേഷൻ ആൻഡ് കീ മാനേജ്മെന്റ് പ്രോട്ടോക്കോളിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രെയിംവർക്ക് ഫോർ കീ മാനേജ്മെന്റ്. കീ മാനേജ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. കീ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് ഈ 2 ഓക്ലിയും ഇന്റർനെറ്റ് സെക്യൂരിറ്റി അസോസിയേഷൻ ആൻഡ് കീ മാനേജ്മെന്റ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഈ ISAKMPക്കകത്ത് ഡിഫൈൻ ചെയ്യുന്നത്, അതിനകത്ത് പ്രൊസീജിയേഴ്സ്, പാക്കറ്റിൻ്റെ ഫോമാറ്റ്, ഓക്കെ, അതെങ്ങനെയാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഓക്കെ, നെഗോഷിയേറ്റ്, മോഡിഫൈ ആൻഡ് ഡിലീറ്റ് സെക്യൂരിറ്റി അസോസിയേഷൻ. ഇത്തരം കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ISAKMP എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കീ എക്സ്ചേഞ്ച് പ്രോട്ടോക്കോളാണ്. കീ എക്സ്ചേഞ്ച് പ്രോട്ടോക്കോളും എൻക്രിപ്ഷൻ അൽഗോരിതവും ഒതൻറ്റിക്കേഷൻ മെത്തേഡും ഒക്കെ എന്താണ്, ഇതുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഒന്നിനോട് ഡിപ്പെൻഡൻ്റ് അല്ല. ഇത് യൂസ് ചെയ്താലേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനൊന്നുമില്ല. നമുക്ക് ഇൻഡിപെൻഡൻ്റ്, ഏത് കീ എക്സ്ചേഞ്ച് പ്രോട്ടോക്കോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻക്രിപ്ഷൻ അൽഗോരിതം, ഒതൻറ്റിക്കേഷൻ മെത്തേഡ്, അത്
ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. കീ എക്സ്ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ആണ് ഇത്, ഓഗ്ലിയും ഇതും രണ്ടും. ഞാൻ പറഞ്ഞല്ലോ ഡെഫി ഹെൽമാൻ്റെ കീ എക്സ്ചേഞ്ചിൻ്റെ ഡിസഡ്വാൻറ്റേജ് മാറ്റിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അവിടെ കുക്കീസ്, ഗ്രൂപ്പ്, DH വിത്ത് ഒതൻറ്റിക്കേഷനൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് എന്തൊക്കെയാണ് ഒരു ESP എന്താണ്, എൻക്യാപ്സുലേറ്റഡ് സെക്യൂരിറ്റി പേലോഡ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ടണൽ മോഡിലും ട്രാൻസ്പോർട്ട് മോഡിലും അതെങ്ങനെ അപ്ലൈ ചെയ്യും, IPv4ലോ IPv6ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, പിന്നെ സെക്യൂരിറ്റി അസോസിയേഷൻ എങ്ങനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്നത്, കൂടാതെ കീ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, രണ്ട് തരത്തിലുള്ള കീ മാനേജ്മെൻ്റ് ആണ് ഓക്ലി ആൻഡ് ISA KMPയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.